السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وخاتم النبيين ورسول رب العالمين. اللهم صل على سيدنا محمد عدد ما في علم الله، صلاة دائمة بدوام ملك الله. صلى الله عليك يا رسول الله يا حبيب الله، صلى الله عليك يا رسول الله يا حبيب الله، صلى الله عليك يا رسول الله يا حبيب الله. സർവാദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കാതെ. പ്രിയപ്പെട്ടവരെ, അന്നൂർ ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ വേദിയിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറയുന്ന സൂറത്തുൽ അങ്കബൂത്തിലൂടെ നമ്മെ പരിചയപ്പെടുത്തിയ ഒരു സൂക്തമാണ് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അതുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ നമ്മൾ പരിചയപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് ഈ നിസ്കാരം എന്നത് അതിനൊക്കെ ഒരുപാട് ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. ഒന്നാണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുക എന്നുള്ളത്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരിക്കണം. അതിനുവേണ്ടി എന്ത് വേണം? അതിന് നമ്മൾ ഉളൂ ചെയ്യണം. നമ്മളെ നജസ്സുകളൊക്കെ ശരീരങ്ങളിലുള്ള, ഞങ്ങളെ വസ്ത്രങ്ങളിലുള്ള എല്ലാ നജസ്സുകളും നീക്കം ചെയ്യണം. അത് നിസ്കരിക്കുന്ന സ്ഥലമാവട്ടെ, നമ്മൾ ഉടുക്കുന്ന ഉടുപ്പുകളാവട്ടെ, ഡ്രസ്സുകളാവട്ടെ, നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ നജസ്സുകളും എല്ലാ അശുദ്ധിയിൽ നിന്നും എന്ത് ചെയ്യണം? ശുദ്ധീകരിച്ച് ഇരിക്കണം. നിസ്കരിക്കുന്നവൻ്റെ ശരീരവും വസ്ത്രവും സ്ഥലവും എന്നിവ നജസിൽ നിന്ന് ശുദ്ധീകരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നിസ്കരിക്കുന്നവൻ്റെ ശരീരം, പിന്നെയോ വസ്ത്രം, സ്ഥലം എന്നിവ ശുദ്ധീകരിക്കണം. മറ്റൊന്ന് ഔറത്ത് മറക്കണം. ഇപ്പോഴത്തെ നിസ്കാരങ്ങളൊക്കെ കാണുമ്പോൾ വളരെ രസമാണ് അല്ലേ? എന്തൊക്കെ ഒരു കാട്ടിക്കൂട്ടലാണ്, എന്തൊക്കെ യൂണിഫോം, എന്തൊക്കെ ധരിച്ചിട്ടാണ് നിസ്കരിക്കാൻ വരുന്ന ആളുകളൊക്കെ ചില കോലം കാണുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നാം പാൻറ് ധരിക്കുന്നവരാണ്. പാൻറ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവൻ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പാൻറ് ധരിക്കണ്ട എന്നല്ല പറയുന്നത്. പാൻറ് ധരിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണവുമുണ്ട്. അവൻ്റെ ഔറത്ത് നെയ്യില്ല, വെളിവാകില്ല. കാറ്റടിച്ചാൽ ഔറത്ത് വെളിവാകില്ല. പിന്നെന്താണ് എവിടെ പ്രശ്നം? മോൻ്റെ അരയിലാണ് പ്രശ്നം. സുജൂദിലേക്ക് പോകുന്ന അവസരം അവൻ്റെ പിൻഭാഗം വെളിവാകാറുണ്ട്. അങ്ങനത്തെ ഒരുപാട് നിസ്കാരക്കാരെ നാം കാണാറുമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതുകൊണ്ടാണ് പാൻറ് ഇട്ട് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഈ ഔറത്തുകളൊക്കെ മറച്ചിരിക്കണം. പുരുഷൻ്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ, പുരുഷന്മാരുടെ ഔറത്ത് എന്ന് പറഞ്ഞാൽ മുട്ടുപുക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് പുരുഷൻ്റെ ഔറത്ത്. ഈ സ്ഥലം വെളിവാകാത്ത രീതിയിൽ ഔറത്ത് മറക്കേണ്ടതാണ്.
മനസ്സിലായോ? അപ്പോൾ മനുഷ്യരുടെ പുരുഷന്റെ ഔറത്ത് എന്താണ്? മുട്ടുപുക്കളുടെ ഇടയിൽ മാത്രം മറച്ചാൽ മതി. കുപ്പായിടണമെന്നില്ല, കുപ്പായ ഇടണം എന്നില്ല, നല്ല നീളമുള്ള പാൻറ് ഉപയോഗിക്കണമെന്നില്ല. മുട്ട് പറയുന്നത്ര പോകുന്ന ഒരു മുണ്ട, ഒരു തുണി ഒരു കയ്യിൽ ഉപയോഗിച്ചാൽ മതിയാവുന്നതാണ് ഏറ്റവും നല്ലത്. ആ ശരീരത്തെ പുക്കൾ മുതൽ നെരിയാണിൻ്റെ മകൾ വരെയുള്ള വസ്ത്രം ധരിക്കലാകുന്നു എന്നാണ്. പാൻറ് ധരിക്ക് നിസ്കരിക്കുന്നവൻ്റെ എന്ത് ചെയ്യും? റുക്കൂഇലും സുജൂദിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഔറത്ത് വെളിവാകുന്നതാ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമണികളായ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, സഹോദരന്മാര്, എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു അനുജന്മാര് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. പിന്നെ എന്താണ്? സ്ത്രീകളുടെ ഔറത്താണ് അടുത്ത് പറയാൻ പോകുന്നത്. സ്ത്രീകളുടെ ഔറത്ത് എന്താണ്? മുഖവും മുൻകൈയും ഒഴികെയുള്ളതാണ്. മുഖവും മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും അവൾ മറച്ചിരിക്കണം. അല്ലേ? ഇതൊക്കെയാണ് നമ്മളെ മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചില വീഡിയോ യൂട്യൂബ് തുറന്നു നോക്കിയാൽ ചില വീഡിയോകളിൽ ചില ആളുകൾ വന്നുകൊണ്ട് പറയുന്നത് കാണാം, മദ്രസയിൽ പഠിച്ചിട്ട് ഞമ്മക്ക് വെറുപ്പാണ്, നമ്മൾക്ക് പേടിയാണ്, മദ്രസയിൽ പഠിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് പറയുന്നവർ നമുക്ക് കാണാം. അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത്, മദ്രസയിൽ പഠിക്കുന്നത് 1-ാം ക്ലാസ് മുതൽ 6-ാം ക്ലാസ് വരെയുള്ള പ്ലസ് ടു വരെ പഠിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതുപോലുള്ള വിഷയങ്ങളാണ്. 1-ാം ക്ലാസ്സിലെ അദബൻ എന്ന പാഠമാണ് പഠിപ്പിക്കുന്നത്. എന്താണ് അദബ് എന്ന് പറഞ്ഞാൽ മര്യാദയാണ്. ആരോടൊക്കെ മര്യാദക്ക് പെരുമാറണം, അതൊക്കെ മാതാപിതാക്കളോട്, ഗുരുനാഥന്മാരോട്, എല്ലാവരോടും, വലിയവരോട്, ചെറിയവരോട് എങ്ങനെ പെരുമാറണമൊക്കെ പഠിക്കുന്നൊരു ഭാഗമാണ്, ഒരു കിതാബാണ്. അതിൽ പറയുന്ന വിഷയമാണ് അബുൻ അല്ലെങ്കിൽ അദബുൻ, അല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കുകയാണ്. അബുൻ, ഉമ്മ, അപ്പ, ഉപ്പാനി വാപ്പാനൊക്കെ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണ്. ഇതാണ് മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത്. ഈ പറയുന്ന വിഷയങ്ങളും സ്ത്രീകളുടെ ഔറത്തും ഞാൻ മദ്രസകളിൽ പഠിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മുഖവും മുൻകൈയും ഉള്ളതാണ് പെണ്ണേ നിന്റെ ഔറത്ത്. ഈ ഔറത്ത് പരിപൂർണമായും മറച്ചിരിക്കണേ. അന്യ പുരുഷന്മാരുടെ മുമ്പില് ശരീരം മുഴുവനും ഔറത്താണ്. അന്യപുരുഷന്മാരുടെ മുമ്പിൽ ശരീരം മുഴുവനും ഔറത്താണ്. അവിടെ മുൻകൈയും മുഖമൊന്നുമില്ല. എല്ലാം എൻ്റെ ശരീരത്തിൽ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ എല്ലാം മറച്ചിരിക്കണം. എല്ലാം മറച്ചിരിക്കണം. വെളിവാകാൻ പാടില്ലതാണ്. പിന്നെന്താണ് അടുത്തത്? സമയം പ്രവേശിച്ചു എന്ന് അറിയുക. സമയമായാൽ നിസ്കരിച്ചാൽ മതി, സമയമായിട്ടില്ലെങ്കിൽ നിസ്കരിക്കണ്ടെന്ന്. പിന്നെന്താണ്? മുന്നിടുക, ഖിബലക്ക് മുന്നിടുക. ഖിബലക്ക് മുന്നിടുക. മനസ്സിലായോ? അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖിബലക്ക് മുന്നിടണം. ഇപ്പം നമ്മളെന്തായി നിസ്കാരത്തിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചിട്ടേ ഉള്ളൂ. ഇപ്പം നിസ്കാരം എന്താ പറഞ്ഞില്ലേ, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. ഇനി നമുക്കൊരു കടമ്പയും കൂടി കിടക്കാം. ഇനി എന്താണ് കടമ്പ? അടുത്തത് ബാങ്കും ഇഖാമത്തുമാണ്. ബാങ്കും
ഇഖാമത്തുമാണ്. അത് കൊടുക്കണം. പുരുഷന്മാർക്ക് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. അപ്പോൾ ആണുങ്ങളോട് പറയാനുള്ളത്, പുരുഷന്മാരോട് പറയും, നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ബാങ്കും കൊടുക്കണം, ഇഖാമത്തും കൊടുക്കണം. പണ്ടേ നീ നിസ്കരിക്കുന്ന സമയം ഇഖാമത്ത് മാത്രം കൊടുത്താൽ മതി. ഇഖാമത്ത് മാത്രം കൊടുത്താൽ മതി. ആണുങ്ങളാകുമ്പോൾ ബാങ്ക് കൊടുക്കണം, ഇഖാമത്തും കൊടുക്കണം. എന്താണ് ബാങ്കിൻ്റെ ഉച്ചാരണം? എന്താണ് ബാങ്ക്? എങ്ങനെയാണ് ബാങ്ക് വിളിക്കാറ്? നിങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ അറിയുന്നവരാണ്, എന്നാലും ഒന്ന് വിളിച്ചു നോക്കണേ. എന്താ ബാങ്ക് വിളിക്കുന്നത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എത്ര വട്ടം പറയണം? 4 തവണ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ പറയണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 പ്രാവശ്യം പറയണേ. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് 2 പ്രാവശ്യം പറയണേ. ഹയ്യ അലസ് സ്വലാഹ് 2 പ്രാവശ്യം പറയണേ. ഹയ്യ അലൽ ഫലാഹ് 2 പ്രാവശ്യം പറയണേ. ഇനി സുബഹിയിലെ ബാങ്കാണെങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം 2 പ്രാവശ്യം പറയണം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ബാങ്ക്. അത് കഴിഞ്ഞിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സമാമി. അപ്പോൾ ഈ ബാങ്ക് ഇപ്പം മനസ്സിലായല്ലോ. ഇനി ബാങ്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ബാങ്കും ബാങ്കിന് ജവാബ് പറയൽ എന്തൊക്കെയാണ് അല്ലേ? ബാങ്കിനേക്ക് ജവാബ് കൊടുക്കലുണ്ട്. അത് കഴിഞ്ഞാലുള്ള ദുആ ഉണ്ട്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലുള്ള ദുആ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി കേട്ടില്ലേ? അത് ആ ദുആകളൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ നമുക്ക് പഠിക്കണം എല്ലാവരും. എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ തന്നെ ഇന്ന് ഞാൻ പറയാം. പരമാവധി ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നെങ്കിലേ നമുക്ക് 96 സബ്ബേ ആയിട്ടുള്ളൂ. നമുക്കൊരു ലൈവ് വരണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ എത്ര സബ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് വരാൻ പറ്റുക. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണം. ലൈവ് വന്ന് ഇൻഷാ അല്ലാഹ് ബോർഡും വരും. എഴുതി അക്ഷരങ്ങളൊക്കെ എഴുതി, ചെറിയ മക്കൾക്ക് അക്ഷരങ്ങളൊക്കെ എഴുതി പഠിപ്പിക്കുക, എഴുതാൻ പഠിപ്പിക്കും. ബോർഡിൽ എഴുതിയിട്ടൊക്കെ കയറും ഇൻഷാ അല്ലാഹ് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ്. അതിന് അല്ലാഹു തആല തൗഫീഖ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്തുമണികളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട നെഞ്ചിലെ എൻ്റെ എല്ലാമായ എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തുമണികളെ, നിങ്ങളെല്ലാവരും ഇതൊന്ന് സഹകരിച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് ലൈവ് തുടങ്ങണം. മനസ്സാവാചകരം എല്ലാവരും ഇതിനുമായി പ്രയത്നിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇതെല്ലാവരും ഒരുപാട് ഉസ്താദുമാർ യൂട്യൂബിലുണ്ട് അല്ലേ? അപ്പോൾ നമ്മളും കയറിയതാണ്. പഠിക്കണം. നമ്മളെല്ലാവരും മുതഅല്ലിമീങ്ങളാണ്. നാം എല്ലാവരും പഠിതാക്കളാണ്. അന്ത്യപ്രവാചകരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവർ പറഞ്ഞില്ലേ, ചെടിയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ അറിവ് നേടണം. അപ്പോൾ അറിവിന് അത്രക്കും പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുർറാഹിമീനായ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസ് നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖൈറിലാക്കണേ അല്ലാഹ്, എല്ലാവിധ ഖൈറാത്തുകളും സക്കനാത്തുകളും നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളെ മഹാരഥന്മാർ, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ വേണ്ടപ്പെട്ടവർ, ഞങ്ങൾ അറിയുന്നവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് വസ്ത്രം തന്നവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചവർ, ഞങ്ങളുമായി ബന്ധമുള്ളവർ, ബന്ധപ്പെടാത്തവർ, ഞങ്ങളെ കുടുംബമായി ബന്ധമുള്ളവർ, ബന്ധപ്പെടാത്തവർ, ഞങ്ങളെ ഉസ്താദുമാരുമായി ബന്ധമുള്ളവർ, ബന്ധപ്പെടാത്തവർ, ഞങ്ങളെ സ്ഥാപനത്തെ സ്നേഹിച്ചവർ, സ്നേഹിക്കാത്തവർ, ഞങ്ങളെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹമുള്ളവർ, അല്ലാഹുവേ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. പറഞ്ഞതുപോലെ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ വിശദമായ വിവരങ്ങൾ അറിയിക്കുക. അല്ലാഹു തആല കബൂലാക്കട്ടെ, അല്ലാഹു തആല കബൂലാക്കട്ടെ, അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.